നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമുക്ക് വളരെ വിശേഷപ്പെട്ടൊരു അതിഥിയാണ്. നമ്മളൊക്കെ ടെലിവിഷനിൽ കൂടി ഒരുപാട് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഗായകൻ ശ്രീറാമും ഭാര്യ രജനിയും മകൾ കാഞ്ചനയും. നമസ്തേ. ശ്രീറാം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വളരെ സന്തോഷം എനിക്കും. കുറേ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ ശ്രീറാമിന് കിട്ടിയ നല്ലൊരു അവസരം ഓർത്തായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ ഇത്രയും കഴിവുണ്ടായിട്ടും അങ്ങനെ അങ്ങോട്ട് അറിയപ്പെടുന്നില്ലല്ലോ എന്ന്. എനിക്ക് ഈ പാട്ട് ജയചന്ദ്രനാണ് അയച്ചു തന്നത്. ചേച്ചി ഇതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട്, സെല്ലുലായിട്ടുള്ള പാട്ട്. അപ്പോൾ കേട്ടപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചത്, ഏറ്റവും നല്ല പാട്ടാണെങ്കിൽ കൂടി എനിക്ക് ഏറ്റവും സന്തോഷം ശ്രീറാമിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലായിരുന്നു. അത് ഞാൻ കണ്ടോ? ഞാൻ അത് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടായി. അത് ഇപ്പോൾ എനിക്ക് അയക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ അയക്കാമല്ലോ സാധാരണ. ഇത് വേറൊരാൾക്ക് എന്നെ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. വളരെ സന്തോഷം തോന്നി എനിക്ക്. ശരി, മനസ്സ് നിറഞ്ഞ സന്തോഷം. വളരെ സന്തോഷം. എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മ. ആണോ? മോള്? ഞാൻ 11th പഠിക്കുന്നു. എവിടെ? കേന്ദ്രീയ വിദ്യാലയ പട്ടം. ഓക്കെ. എന്തൊക്കെയുണ്ട്? അച്ഛൻ്റെ പാട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ആണോ? പാടും? രണ്ടുപേര് പാടുവോ? കാറ്റിൻ മൊഴി ഒലിയായി ഇസൈയാൻ പൂവിൻ മൊഴി നിറമാൻ മണമാൻ കടലിൻ മൊഴി അലയാൻ നുരയാൻ കാതൽ മൊഴി നിറമാൻ இயற்கையின் மொழிகள் புரிந்துவிடு, மனிதரின் மொழிகள் தேவையில்லை. இதயத்தின் மொழிகள் புரிந்துவிடு, மனிதர்க்கு மொழியே தேவையில்லை. காற்றின் മൊഴി. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പഠിക്കുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഞാനിപ്പം അബ്രുദു മാമിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഞാൻ ആദ്യം അമ്മൂമ്മയായിരുന്നു ഗുരു. ചേർത്തല ഗോപാലൻ നായർ, ലളിത ഗോപാലൻ നായർ, പിന്നെ പെരുമ്പാവൂർ സാറ്, അങ്ങനെ കുറേ പേര് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫറായിട്ട് ഞാൻ പോകുന്ന കാരണം സ്ഥിരമായി അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരാളുടെ അടുത്ത് തന്നെ പറ്റുന്നില്ല അല്ലേ? വിശേഷങ്ങൾ പറയൂ. സന്തോഷമായി അല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇല്ല, പാടില്ല. പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. പാട്ടിനെ കുറിച്ച് സംസാരിക്കൂ. നല്ല പാട്ട് അതൊക്കെ അറിയാം. ശരിയായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാവാറുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ പാടുമ്പോൾ തന്നെ. എവിടെയാ രജനിയുടെ സ്ഥലം? തന്നെ. അതെയോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മ, ചേട്ടൻ, ചേച്ചി. ശരി. ജോലിക്ക് പോകാൻ താല്പര്യമില്ലായിട്ടാണോ അതോ? വലിയ ഇഷ്ടമല്ല ജോലിക്ക് പോകുന്നത്. ശ്രീറാമിന് ഇഷ്ടമല്ല? എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. എന്താ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ലാത്ത? അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. ഇപ്പൊ ജോലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പോണ്ടെന്ന് ഞാൻ പറയില്ല. കല്യാണം കഴിക്കുന്ന സമയത്തൊന്നും ജോലിയില്ല, പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തേന്നുള്ളൂ. പിന്നെ ട്രാൻസ്ഫറബിൾ ജോബാണ്. അപ്പോൾ അത് എനിക്ക്. ശ്രീറാമിന്റെ സ്വദേശം എവിടെ? എൻ്റെ തിരുവനന്തപുരം തന്നെ. നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം? അച്ഛൻ പകുതി ഈ പറഞ്ഞ പോലെ ചേർത്തലെന്ന് വെച്ചാൽ ഇങ്ങ് വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യായിരുന്നു. എത്ര വർഷമായി ആകാശവാണിയിൽ? ആകാശവാണിയിൽ 22 വർഷമാകുന്നു ജോലി. ഈ കുട്ടിക്കാലത്തെ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു? കേട്ടാണ് കൂടുതൽ പഠിച്ചത് കുട്ടിക്കാലത്ത്. അതായത് അച്ഛൻ ഒരുപാട് കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കുമായിരുന്നു.
പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ എം ജി ശ്രീകുമാർ, വേണുഗോപാൽ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ശ്രീമതി ശാന്ത പി നായർ, പിന്നെ വേണുചേട്ടൻ, വേണു നാഗവള്ളി, ഇവരൊക്കെ അച്ഛനടുത്ത് പഠിച്ചിട്ടുള്ളവരാ. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ഞാൻ കളിച്ച് നടക്കുമ്പോൾ പാട്ട് പഠിക്കാൻ വേണുചേട്ടൻ നന്നായിട്ട് പാടും. അത് പലർക്കും എനിക്ക് തോന്നുന്നു അത് അറിയില്ല. എനിക്ക് അടുത്ത് പരിചയമുള്ളവർ നന്നായിട്ട് പാടും. ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ട്. തണ്ടർ ബേർഡ്സ് എന്നുള്ള ഗ്രൂപ്പിൽ വേണുചേട്ടൻ പാടിയിട്ട് ഞാൻ ഇങ്ങനെ വളരെ സന്തോഷിച്ച് കേട്ട് നിന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ആണോ? അതായത് അന്ന് ചേട്ടൻ പാടിയ പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് സുഖമൊരു ബിന്ദു, അത് മീര എന്ന് പറയുന്ന പഴയ പാടുന്ന ഒരാൾ ഡിവറ്റ് പാടുന്നത് മനസ്സിലിപ്പോഴും ഉണ്ട്, നിന്ന് പാടുന്നത്. അത് ശരി. പക്ഷെ ആർക്കും അറിയില്ല വേണുചേട്ടൻ അങ്ങനെ ടാലന്റ് ഉണ്ടെന്നല്ലേ. ഒരുപാട് ഒരു കാലഘട്ടം മുതൽ എനിക്ക് തോന്നുന്നു ആകാശവാണിയിൽ കൂടി ഒരുപാട് പ്രതിഭകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒന്നും ഇപ്പൊ സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ, ഒരു മീഡിയം എന്ന് പറയാൻ റേഡിയോ മാത്രമേ ഉള്ളൂ. ഈ അന്ന് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കലാകാരനെയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് മറ്റൊരു വേദി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റേഡിയോയിൽ പാടുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ റേഡിയോയിൽ നാടകം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു മഹാകാര്യമായിട്ടായിരുന്നു. അന്ന് വന്നവരെല്ലാം പ്രതിഭകൾ തന്നെയായിരുന്നു. അന്ന് ആകാശവാണിയിലേക്ക് കടന്നു വന്നവരെല്ലാം തന്നെ കഥ എഴുതാൻ കഴിവുള്ളവർ, അഭിനയിക്കാൻ കഴിവുള്ളവർ, പാടാൻ കഴിവുള്ളവരല്ലേ. അന്നത്തെ ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്തി പറയാൻ പറ്റില്ല. എല്ലാവരും പക്ക പ്രൊഫഷണൽസ് ആയിരുന്നു അന്ന് ആകാശവാണിയിലോട്ട് വരുമ്പോൾ തന്നെ. എനിക്ക് തോന്നുന്നു അതിന് തന്നെ കാരണം അന്നത്തെ സെലക്ഷനും അതുപോലെ ആയിരുന്നു. ഏറ്റവും നല്ല പ്രൊഫഷണലായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല അന്ന് നോക്കിയിരുന്നത്. പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നവരെല്ലാം അതാത് മേഖലകളിൽ ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ആൾക്കാരെയായിരുന്നു അന്ന് എടുത്തിരുന്നത്. പിന്നെ കാലം മാറി, ഒരുപാട് മറ്റ് വിഷ്വൽ മീഡിയ വന്നു. എല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ നോക്കി എടുത്തു തുടങ്ങുമ്പോൾ നാച്ചുറലി ഒരു 100% ഒരു പ്രതിഭ തന്നെ വരണം എന്നില്ല. അതായിരിക്കാം. പിന്നൊന്ന് അന്നത്തെ പോലെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ട് ആകാശവാണിയിൽ. പക്ഷേ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പോലെ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. എൻ്റെ അച്ഛന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ ഈ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിട്ടിരിക്കാൻ. അച്ഛൻ ആകാശവാണിയിലായിരുന്നു. അപ്പോൾ ഞാനത് ചോദിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛൻ്റെ കുടുംബം നാടെല്ലാം വിട്ട് സംഗീതത്തിന് വേണ്ടി മാത്രമായിട്ടാണ് അച്ഛൻ തിരുവനന്തപുരത്ത് വന്നത്, പാട്ട് പഠിക്കണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി. അതിലച്ഛൻ കുറേയൊക്കെ വിജയിച്ചു, എന്നാലും തൃപ്തിയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപജീവനം എന്നുള്ള നിലയ്ക്കാണ് ആകാശവാണി. അച്ഛൻ എന്തായിരുന്നു? സീനിയർ മോസ്റ്റ് പ്രൊഡ്യൂസറായിരുന്നു. ആകാശവാണി തുടങ്ങിയ കാലം മുതലേ മലയാള കീർത്തനങ്ങൾ മുഴുവൻ അച്ഛനാണ് കൊണ്ടുവന്നത് ആകാശവാണി വഴി. അച്ഛൻ അതൊരു എന്താ പറയുക, നല്ലൊരു മീഡിയ ആയിട്ട് അച്ഛൻ കണ്ടിട്ട് മലയാള കീർത്തനങ്ങൾ, അതുവരെ മിക്കവാറും നമ്മളെല്ലാം പാടുന്നത് തെലുങ്കും കന്നഡയും മറ്റ് ഭാഷകളുമാണ്. അപ്പോൾ മലയാളത്തിലുള്ള കീർത്തനങ്ങൾ അച്ഛനാണ് സംഗീതം നൽകി അതിനെ പുറത്തേക്ക് ഗാനകേരളി എന്ന പരിപാടിയിലൂടെ കൊണ്ടുവന്നത്. 400ഓളം കീർത്തനങ്ങൾ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പക്ഷേ അത്തരത്തിൽ ആകാശവാണിക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ചതുപോലെയായിരുന്നു അച്ഛൻ. ശരി. എന്നിട്ടും എന്താണ് ശ്രീറാം ആകാശവാണിയിൽ വരുന്നതിനോട് അച്ഛൻ പറയുന്നത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എന്നെന്തോ അച്ഛനൊരു വിശ്വാസമാണ്. നമ്മൾ ആകാശവാണി കയറിയാൽ ആകാശവാണിക്ക് വേണ്ടി അങ്ങ് ജീവിതം മാറ്റി വയ്ക്കുക എന്നുള്ളൊരു, അച്ഛനൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ 100% സംഗീതം. അച്ഛൻ പുറത്തുള്ള കച്ചേരികൾ പോലും വളരെ കുറച്ചാണ് ചെയ്തിരുന്നത്. സദാസമയം ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യും ആകാശവാണിക്ക് വേണ്ടി. അത് മറ്റൊരു ഇതിന് വേണ്ടിയിട്ടല്ലായിരുന്നു. അപ്പോൾ ഞാനും ഇനി അങ്ങനെ അങ്ങ് പോകണ്ടെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. അച്ഛൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ചമിഞ്ഞ് നീ ഇരുന്നോ എന്നാണ് പറഞ്ഞത്. കലാപരമായിട്ട് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ശ്രീറാമിനെ സംബന്ധിച്ച് ഗായകൻ ആകണം, അതായത് വളരെ പ്രശസ്തി എന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ഗായകനായി അറിയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ എന്തിനാ ഈ ഒരു ചട്ടക്കൂട്ടിനകത്ത് അങ്ങോട്ട് ഒതുങ്ങിപ്പോകാനുള്ള കാര്യം എന്താണ്? അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ കുറെ കൂടെ അറിയപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. ഇല്ല. കാരണം പറഞ്ഞൊരു ജോലി വേണം എന്നുള്ളൊരു എൻ്റെ രണ്ടും ഉണ്ടല്ലേ. ഒരു
സെക്യൂരിറ്റി, ഒരു ജോലി എന്ന് പറയുന്നത് എനിക്ക് വളരെ തൃപ്തി തരുന്ന ജോലിയാണിത്. എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. കാരണം എനിക്ക് ഒരിടത്ത് ഇരുന്ന് ചെയ്യാൻ ഒരു ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, സ്വഭാവം വെച്ചിട്ട്. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് ആക്ച്വലി? ഇത് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് മുതൽ ഏത് സെക്ഷനാണോ ആ സെക്ഷനിലെ പ്രോഗ്രാം, നമ്മളിപ്പോൾ എന്താണ് ഈ ഒരു ദിവസം വെള്ളിയാഴ്ച അല്ലെങ്കിൽ 5 മണിക്കുള്ള പ്രോഗ്രാം, അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആരെ കാസ്റ്റ് ചെയ്യണം, അത് തൊട്ട് അവരുടെ റെക്കോർഡിങ്, അവരുടെ പേയ്മെൻറ്റ്, ബ്രോഡ്കാസ്റ്റ് എഡിറ്റിംഗ്, ബ്രോഡ്കാസ്റ്റ് വരെയുള്ള, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് പോകുന്നത്, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വഴിയാണ്. അപ്പോൾ സ്വന്തം സ്ഥാപനത്തിനകത്ത് വല്ലപ്പോഴെങ്കിലും പാടാനുള്ളൊരു ഇത് കിട്ടാറുണ്ട്? ഉണ്ട്, ഒരുപാടുണ്ട്. അതിന് ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് വേണേൽ പറയാം. വളരെ അപൂർവമായിട്ട് ഞാൻ പാടാറുള്ളൂ. പാട്ട് കമ്പോസ് ചെയ്യാറുണ്ട്, ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട്. അനന്തപുരി FM-ൻ്റെ ടൈറ്റിൽ സോങ്സ് എല്ലാം ഞാനാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ജോലിയുടെ ഇത് ആലോചിക്കുമ്പോൾ ഇനി നാളെ ചെയ്യാം, പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ച് അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് തൃപ്തിയാണ്. ആകാശവാണിയിലെ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ, ഒരിക്കലും എന്നെ പുറകോട്ട് കൊണ്ടുപോയിട്ടില്ല. സ്റ്റേജ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടില്ലേ? പുറത്തും ഒക്കെ പോയിട്ടുണ്ട്. ഈ ഇത്രയും സ്റ്റേജിൽ ഇപ്പോൾ ശ്രീറാം പാടുന്നു എന്ന് പല സംഗീത സംവിധായകർക്കും അറിയാം. അവസരം ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ പറയാറുണ്ടോ അവസരം? ഞാൻ ഒരിക്കലും പറയാറില്ല, കാര്യത്തിൽ ഇടപെടുകയില്ല. അതൊക്കെ സ്വന്തം ഇഷ്ടമായിട്ടങ്ങ് ഇട്ടേക്കാണ്. അല്ല, അത് ചോദിക്കാതെ എന്താ പറയുക. അപ്പോൾ ഇപ്പം ഈ ഒരു സെല്ലുലോയിഡിലെ പാട്ടിൻ്റെ കോൺടെസ്റ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത്രയും വർഷം എന്തിനിങ്ങനെ ഇരുന്നു. അത് ഞാൻ പറയുന്ന ഒരു ദൈവാധീനമാണ്. ഈ ഒരു സമയത്ത് എനിക്ക് ഇത്രയും വലിയൊരു ബൂം കിട്ടിയത് ദൈവാധീനം എന്നേ പറയുള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് എൻ്റെ പാട്ട് പോരാ എന്നാണ്, സത്യമായിട്ട്. അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ പാടിയാൽ പോരാ, കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം എൻ്റെ ജീവിതത്തിൽ സാധകം എന്ന് പറയുന്ന കാര്യമായിട്ടുണ്ടായിട്ടില്ല. അത് തുറന്നു പറയുകയാണെങ്കിൽ മടി എന്നൊരു വലിയൊരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. പാട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ പാടുമ്പോൾ തോന്നുന്നു പാടണ്ട, കേട്ടുകൊണ്ടിരുന്നാൽ മതി, എത്രയോ നല്ല ആൾക്കാരുടെ പാട്ട് നമുക്ക് അവൈലബിൾ, അത് കേൾക്കാം, അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവർക്ക് തന്നെ അറിയാം, ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷമുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ എന്നും സാധകമെന്ന് പറയുന്നത് ഒരാഴ്ചയോ 2 ആഴ്ചയോ എങ്കിലും മിനിമം ഒരു പർട്ടിക്കുലർ സമയത്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൂ, പാടുക. അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടേ ഇല്ല. ഒരു പ്രോഗ്രാമിൻ്റെ തലേ ദിവസം മറ്റോ ഓടിച്ചെന്ന് പാട്ട് എഴുതിയെടുത്ത് ഒന്ന് പാടി നോക്കി അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോരാ, എന്നാൽ പാട്ട് പഠിച്ചിട്ടുണ്ട്. മ്യൂസിക് അക്കാഡമിയിലും ഗാനപ്രവീണ കഴിഞ്ഞതാണ് ഞാൻ. ആ കീർത്തനങ്ങളൊന്നും രണ്ടാമതൊന്നും പാടി ചിട്ടയാക്കി വെക്കുന്ന ഒരു സ്വഭാവം പണ്ടേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസരം കിട്ടാത്തതിൽ അത്ര വലിയ സങ്കടമില്ല. സങ്കടം ഒരിക്കലും ഇല്ല. ഇതാണ് എന്നെ നയിക്കുന്നത്. അപ്പോഴും കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ കിട്ടിയാൽ ഓടിച്ചെല്ലും. അത് കൊള്ളാം. അപ്പൊ എന്താ നമ്മൾ അങ്ങോട്ട് വരണോ? അല്ല, ഒരിക്കലും ഇല്ല. അത് ഞാനിത് ശ്രീ ജയചന്ദ്രനോടും പറഞ്ഞു, എന്നെ തന്നെയാണോ വിളിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം എൻ്റെ പാട്ട് പല വേദികളിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സോങ് ഞാൻ പാടിയാൽ നന്നായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായി, എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനുള്ള റീസൺ എന്താ? ഞാൻ ഈ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരുന്നത്. അപ്പം പ്രത്യേകിച്ച് ഉദയഭാനു ചേട്ടൻ്റെ KP ഉദയഭാനു ചേട്ടൻ്റെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള ഗ്രൂപ്പിൽ ആദ്യം മുതലേ ഞാനൊരു മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ മറക്കാനേ എനിക്ക് കഴിയില്ല. ചേട്ടൻ പ്രത്യേകിച്ച് ഇപ്പം ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്, തീരെ വയ്യാണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യകാലത്ത് പാടാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പാടാൻ നിൽക്കുന്ന മറ്റ് ഗായകർ എന്ന് പറയുന്നത് കമുകറ പുരുഷോത്തമൻ സാറ്, KS ജോർജ് മാഷ്, KPC സുലോചന ചേച്ചി, പീലിയിലെ ചേച്ചി, ജിക്കി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാനും ചെന്ന് പാടാൻ നിൽക്കുന്നത്. അപ്പോൾ ആൻഡോ ചേട്ടൻ, CO ആൻഡോ, എന്തൊരു ഭാഗ്യം. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിനപ്പുറം എനിക്കില്ല ഭാഗ്യമെന്ന് പറയാൻ. പിന്നെ ഇതിനു മുമ്പ് തങ്കം വാസുദേവൻ അവരുടെ കൂടെയും ഞാൻ പാടിയിട്ടുണ്ട്. യാചകി എന്നുള്ള നാടകത്തിൽ പാവങ്ങളിൽ പാവങ്ങളാം യാചകർ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതെനിക്ക് സ്റ്റേജിൽ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വൈക്കം മണി സാറ്, കുറെ വയസ്സുണ്ടല്ലേ? ആ, പിന്നെ എനിക്കല്ല, അല്ല, അന്ന് ഞാൻ വളരെ
അപ്പൊ ഈ ഒരു അല്ല, ഇത് കേൾക്കുന്നവര് വിചാരിക്കേ ഓ ഇത് ആരുടെ കാലം മുതലായി പറയുന്നതെന്ന് വിചാരിക്കും കേട്ടോ. അന്ന് വയസ്സ് എത്രയാന്നും കൂടെ പറഞ്ഞോളൂ. അവരുടെയൊക്കെ പ്രായം ചെന്ന അവസ്ഥയില് ഞാൻ കൂടെ നിന്നു. അല്ല, എന്റെ വയസ്സ് അന്ന് ഇത്രയായിരുന്നു എന്നും കൂടെ പറയണേ. കോളേജിൽ 10 വയസ്സായിരുന്നു, 10-11 വയസ്സെന്നൊക്കെ പറയൂ. അല്ല, അത് കാണുമ്പോ തോന്നില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അറിയാതെ ഇവരുടെ അംശങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ MK ത്യാഗരാജ ഭാഗവതരുടെ പാട്ടുകൾ ഇതൊക്കെ സ്റ്റേജിൽ പാടാറുണ്ട് പണ്ടത്തെ. ഇപ്പൊ പോലും ഒന്ന് പാടി കേൾപ്പിക്കോ MK ത്യാഗരാജ ഭാഗവതരുടെ വോയിസിൽ? മന്മതല്ലീലയവെன்றாருண்டോ, மன்மதல்லீலயவென்றார் உண்டோ, என் மேல் உனக்கேனோ பாராமுகம், மன்மதல்லீலயவென்றார் உண்டோ. കേൾക്കാറുണ്ടോ വീട്ടിൽ ഇതുപോലെ പാടാൻ പറയാറുണ്ട് അച്ഛൻ്റെ അടുത്ത്? ഇല്ലേ? വീട്ടില് പാട്ട് കുറവാണ്. ആണോ? ഈ ശ്രീറാമിനെ കൊണ്ട് എന്തൊരു മടിയനാ. പ്രോഗ്രാം വരുമ്പോ ഒരു മണിക്കൂർ പാടാൻ ആരും ഇല്ല ശ്രീറാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, മടി എന്നുള്ളതല്ല. എനിക്ക് ഇത് പറയുമ്പോൾ അത്രയ്ക്ക് അല്ല, പിന്നെ ആരാകണം എന്ന് പലരും എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. നിനക്ക് പിന്നെ ആരാവണം എന്നാണ്. ഞാൻ പാടുന്ന പോലെ പറ്റൂ. അങ്ങനെയല്ല, എനിക്ക് വളരെ ശുദ്ധമായിട്ട് പാടാൻ പറ്റണം എന്നൊരാഗ്രഹമുള്ളൂ. അതിന് ട്രൈ ഇല്ലല്ലോ. അല്ല, അതാണ് എനിക്ക് പേടിയാണ്. ഈ ശ്രുതി ചേരുമോ അനാവശ്യമാണ്. എനിക്ക് തന്നെ അറിയാം. അപ്പോഴാണ് തോന്നുന്നത് മറ്റുള്ളവർ പാടുന്നു എന്ത് സുഖമാണ്. അത് കേട്ടിരിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഹരിഹരൻ്റെ ഗസലൊക്കെ കേട്ടങ്ങ് ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വട്ട് പിടിക്കും. CS ജയറാമിന്റെ വോയിസിൽ പാടാറുണ്ട് പാട്ട് ഏതാന്നറിയണം? CS ജയറാം തമിഴിൽ പോപ്പുലറൈസ് അത് ഇദ്ദേഹം പാടിയതാണ്. MK ത്യാഗരാജ ഭാഗവതർ. ആണോ? CS വദനമേ ചന്ദ്രബിംബമോ, വദനമേ ചന്ദ്രബിംബമോ. MK ത്യാഗരാജ ഭാഗവതർ പാടിയതല്ലേ? അൻപാലെ തേടിയേൻ, അൻപാലെ തേടിയേൻ അറിവ് ചെൽവം തങ്കം. ഒരു പാട്ടില്ലേ CS ജയറാമിന്റെ പാട്ട്, അതെനിക്ക് നന്നായിട്ട്. പക്ഷേ ഇതൊന്നും പാടാൻ ഒരു അവസരമില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ പാട്ടുകൾ വളരെ അപൂർവമായിട്ടേ പാടാൻ പറ്റുള്ളൂ. വേദികളിൽ ഇപ്പോൾ കൂടുതലും പഴയ ഞാൻ പാടുന്നത് കൂടുതലും പാടുന്നത് ദേവരാജൻ മാസ്റ്റർ പാടിയ പാട്ടുകൾ, നാടകഗാനങ്ങൾ, അദ്ദേഹം പാടിയ പാട്ടുകൾ. അതുപോലെ ഇദ്ദേഹം AM രാജ, പിന്നെ ആരാണ്, മെഹബൂബ്. ഈ സാധാരണ പാട്ട് പാടുമ്പോഴും ഈ പഴയ ആളുകളുടെ ഒരു ഇത് ചായ വരുമോ ശ്രീറാം പാടുമ്പോൾ? അങ്ങനെ പുതിയ പാട്ടുകൾ പാടാൻ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും MK ത്യാഗരാജ ഭാഗവതർ വരുമോ? അത് വരില്ല എന്നാണ് ഇതുവരെ ഉള്ളൊരു